ശൂരനാട്, ഏനാത്ത് പോലീസ് സ്റ്റേഷനുകളിലായിട്ടാണ് അടൂർ പീഡനക്കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് രണ്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ കേസന്വേഷണം നടത്താൻ IG മനോജ് എബ്രഹാം തീരുമാനിച്ചത്. ശൂരനാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് കൊട്ടാരക്കര ഡിവൈഎസ്പിയും ഏനാത്ത് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് തിരുവല്ല ഡിവൈഎസ്പിയുമാണ് അന്വേഷിക്കുക. അതേസമയം ഒരാളെ വിട്ടയച്ചതുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ അടൂർ ഡിവൈഎസ്പിയെ മാറ്റി നിർത്തിയാണ് അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. അലിഗേഷൻ മാറ്റാനുള്ള ഒരു ശ്രമമായിട്ട്, പിന്നെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ പേര് വേറെ ഇൻവെസ്റ്റിഗേഷനിലും മറ്റേതും ബിസി ആയിക്കൊണ്ട് പിന്നെ ശബരിമല ഡ്യൂട്ടി ഉണ്ട്. ഇത് കഴിഞ്ഞ നെക്സ്റ്റ് ഫേസ് ഡിവൈഎസ്പിക്ക് പോകാനുണ്ട്. അതുകൊണ്ട് ഒരു കണ്ടിന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ സാധിക്കത്തില്ല. അപ്പോൾ അത് വെച്ച് തിരുവല്ല ഡിവൈഎസ്പിയും ഒരു സ്പെഷ്യൽ ടീമിനെ അയപ്പിച്ചേക്കുന്നത്. അപ്പോൾ എന്താ ഇവിടുത്തെ ആൾക്കാരും CA അടൂറും എല്ലാവരും കാണും. കരുനാഗപ്പള്ളി പുതിയകാവ് സ്വദേശിയായ പ്രമോദിനെയാണ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത് വിട്ടയച്ചത്. എന്നാൽ ഇയാൾക്ക് സംഭവവുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന തെളിവുകളുണ്ടെന്നും പ്രതി ചേർക്കുമെന്നും മനോജ് എബ്രഹാം പറഞ്ഞു. അത് ഞാൻ പറഞ്ഞ പോലെ ഇവരുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ ആദ്യമേ ഒരു സംശയം ഉണ്ടായി, അയാൾ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് അത് വെരിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് വിട്ട് തിരിച്ചു വിളിച്ചാൽ മിക്കവാറും ഇപ്പോൾ എവിഡൻസ് കുറച്ച് കിട്ടുന്നുണ്ട്. അപ്പം മിക്കവാറും എന്താ പ്രതിയാവും. പ്രമോദിനെ അടൂർ CAയുടെ നേതൃത്വത്തിലുള്ള സംഘം വീണ്ടും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ പേർ സംഭവത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. പ്രതികൾ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്നും IG പറഞ്ഞു. അറസ്റ്റ് ചെയ്ത 8 പ്രതികളിൽ 4 പേരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ടോബി ജോൺസൺ, മീഡിയ 1, പത്തനംതിട്ട.